അമാലി ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായ തിരമാല, കടലിൽ നിന്നും കരയിലേക്ക് വെള്ളം അടിച്ചു കയറുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പം കണ്ണമാലിയിലുള്ളവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടുകളുടെ സൈഡുകളിൽ കൂടിയൊക്കെ വെള്ളം പുറത്തേക്ക്, അതായത് റോഡിലേക്ക് വരുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. റോഡ് മുഴുവൻ തന്നെ വെള്ളമാണ്. വാഹനങ്ങൾക്കോ അതുപോലെ ആളുകൾക്കോ ഒന്നും നടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളം ഓരോ സ്ഥലത്തു നിന്നും കടലിൽ നിന്നും കരയിലേക്ക് കയറുന്ന ആ ഒരു സിറ്റുവേഷനാണുള്ളത്. ഇപ്പോൾ ഇടവഴിയാണിത്. ഈ വഴിയിലൂടെ എല്ലാം വെള്ളം റോഡിലേക്ക് ഇരച്ചു കയറുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ കണ്ണമാലി റോഡിൻ്റെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇടവഴിയിൽ നിന്നും വെള്ളം റോഡിലേക്ക് കയറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഈ റോഡിലൂടെ വാഹനങ്ങളൊന്നും കടന്നു പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഇവിടെ കടലിൽ നിന്നും വെള്ളം കയറുന്ന ഒരു സമയം എന്ന് പറയുന്ന അത് ആളുകൾക്ക് അറിയാൻ പറ്റും. ഇവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ അറിയാൻ പറ്റും അത്. കാരണം കടലിൽ പോകുന്ന ആളുകൾക്കറിയാം ഏത് സമയത്താണ് കരയിലേക്ക് വെള്ളം കയറുക എന്ന്. ആ സമയത്ത് അവർ വീടുകളിൽ നിന്ന് മാറുകയും അതുപോലെ വാഹനങ്ങളെല്ലാം പുറത്തേക്കെടുത്ത് വേറെ സേഫായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടിടുകയും ചെയ്യുന്നതായിരിക്കും. ശക്തമായ മഴയാണ് ഈ പ്രദേശങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് കണ്ണമാലി പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോൾ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് വലിയ വെള്ളത്തിൽ കൂടി തന്നെയാണ്. നേരത്തെ ഒരു വാഹനം ഇവിടെ കേടായി പോയിരുന്നു. ഇപ്പോഴും വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ശക്തമായ ഒരു വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ ആളുകളെല്ലാം പറയുന്നുണ്ട്. കാരണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശങ്ങളിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകുക വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ വളരെ ആലോചിച്ച ശേഷം മാത്രമേ, സെൻസർ വണ്ടികളൊക്കെ ആണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവുകയും അതുപോലെ തന്നെ ഒരു നിമിഷത്തിൻ്റെ ആ ഒരു വ്യത്യാസത്തിൽ വളരെയധികം തുക മുടക്കി വേണം പിന്നീട് അത് റെഡിയാക്കാൻ. അതുകൊണ്ട് തന്നെ ആളുകളൊന്നും വാഹനങ്ങൾ വെള്ളത്തിലേക്ക് ഇറക്കുന്നില്ല. ഇവിടെയൊക്കെ വലിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ടുകളുണ്ട്. ഇപ്പോൾ ഈ പോകുന്ന വാഹനം വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് മുമ്പോട്ട് കടന്നു പോകുന്നത്. ഒരുപക്ഷെ പുള്ളിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉള്ളത് കൊണ്ട് പോകാതിരിക്കാൻ വയ്യാത്തൊരു സാഹചര്യവും ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു ഓട്ടോറിക്ഷ, അത് അവിടെ വെള്ളക്കെട്ടി നിന്നു പോയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം.